എങ്ങോട്ടാ പോകുന്ന അറിയോ? അങ്ങോട്ടാ പോകുന്നേ എനിക്കറിയില്ല. നമ്മള് ദുബായ് ഔട്ട്ലെറ്റ് വില്ലേജ് പോയി. ദുബായ് ഔട്ട്ലെറ്റ് വില്ലേജ്. ദുബായ് ഔട്ട്ലൈൻ വില്ലേജ്. നമ്മളിപ്പോ ഇവിടെ എത്തിയത് അറിയോ ഗൈസ്? ഇപ്പോ ദുബായ് ഔട്ട്ലെറ്റ് വില്ലേജിലാണ് എത്തിക്കുന്നത്. അപ്പൊ ഞങ്ങള് പോവാണ് ഉള്ളിലേക്ക്. ഇതിന്റെ ഉള്ളിലൊരു ഷോപ്പിൽ കയറിയതാണ്. നല്ല ബോഡി കോൺട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കര റേറ്റ്. 775 ദിർഹംസ്. കാണിച്ചതാ ഗൈസ്. ഇതൊക്കെ ഞാൻ ഇതിന്റെ തൽക്കാലത്തിന് ഇപ്പൊ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. ഈ ഡ്രസ് ഉണ്ട് 4992 ഓഫറാണ്. 1895. എങ്ങനെയുണ്ട്? ഓഫറാണ് 70%, 60%. ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലൊരു കൊട്ടാരാണ്. ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ പോണ്ട്. നമുക്ക് എന്ത് കിട്ടും. നമുക്ക് ഇവിടെ തിന്നാനുണ്ടാവും. രസമുണ്ട്, എല്ലാം ഉണ്ട്. ഈ കൊട്ടാരം നോക്ക്. ഞാൻ എവിടെയും കണ്ടില്ല ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കൊട്ടാരം. ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഔട്ട്ലെറ്റ് വില്ലേജിലേക്ക് വരും. ഇവിടുന്ന് ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് വെറുതെ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാം. നമുക്ക് വലിയ പീസനെ നോക്കിയെടുക്കാം. വലിയ പീസാണ്, ചെറിയ പീസാണ് എടുക്കുന്നത്. കൊട്ടാരത്തിനുള്ളിലാണ് കൊട്ടാരം. കൊട്ടാരം ഇതാണ് ദുബായിലെ കൊട്ടാരം. എന്ത് കൊട്ടാരം? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഇതൊക്കെ നിങ്ങൾ കണ്ട് ഊതി വെച്ച് കണ്ടുകൊണ്ട് വരണം. അതാണ് എൻ്റെ ഇന്റൻഷൻ. അത് മാത്രം വരും. എന്ത് ടേസ്റ്റ്! ഞാൻ ഇതുവരെ അങ്ങനത്തെ ചോക്ലേറ്റ് കഴിച്ചില്ല ഗൈസ്. സീരിയസ്ലി. എന്താ പറയാ, ഒരു നട്ട്സും എന്തൊക്കെയൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള കുഞ്ഞ സാധനമാണ്. പക്ഷെ എന്ത് ടേസ്റ്റ് അറിയോ? പിന്നെ കുറെ പെർഫ്യൂമിന്റെ ഷോപ്പൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പെർഫ്യൂം ടെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ ഷോപ്പുകളുണ്ട്. പറയാന്നുണ്ടെങ്കിൽ 2 സ്ഥലത്താണ് മെയിൻലി ഇങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട്, നമുക്ക് നോക്കാം. സാധനങ്ങളില്ലേ അതിനൊക്കെ 75-70% ഒക്കെ ഡിസ്കൗണ്ട്. പക്ഷെങ്കിൽ നമുക്കൊന്നും നോക്കൂല ഗൈസ്. 75% അതുകൊണ്ട് നമ്മൾ പോവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. തീരെ സമയമില്ല. ഇവിടെ കണ്ട് ശരിക്കും പറഞ്ഞാല് മണ്ണിന് കുളിർന്ന കഴിഞ്ഞിട്ടില്ല, പോയിട്ടില്ല. പക്ഷെ എനിക്കിവിടെ നിൽക്കണം. എനിക്കിവിടെ പായി വിരിച്ചിവിടെ കടന്നാലും മതി. എനിക്കിവിടെ നിന്നാ മതി. രസാണ് കാണാന്. എന്തായാലും നമുക്ക് പോവാം. നമ്മളെ ബസ് വരും. സോ വി ക്യാൻ ഗോ. ഞങ്ങൾ ഈ ബസ്സിലാണ് ഗൈസ്. ഫ്രീ ആയിട്ട് വന്നത്. ദുബായിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ഈ ബസ്സിൽ എൻട്രൻസ് ഇതാണ് പൊട്ടത്തിയേ. Yeah, spicy one. Which is spicy? That one. This one. Ah, okay. This is normal. Water. Okay, thank you. Good job. ഷവർമ കഴിക്കാൻ പോവാണ് ഗൈസ്. എവിടെ ഇരിക്കുന്നു? ഇവിടെ ഇരിക്കാം.
ഇരുന്നോളൂ. ഇത് സ്പൈസിയാ ഉറങ്ങാൻ ഗൈസ്. എടാ ചവിട്ടിയാടത്. ചവിട്ടിയാ ഞാൻ പില്ലോ മേടിച്ചു കഴിഞ്ഞിട്ട് പില്ലോ കാണിച്ചതാ ഗൈസ്. പില്ലോ കാണിച്ചത് ഓക്കെ. ലവേഴ്സിന് കൊടുക്കാൻ പറ്റിയ പൂവാണ്. ഓക്കെ റേഡിയോ അത് തിരിച്ചോ. ഒരു ചങ്ങായില്ലേ എല്ലായിടത്തും ഇങ്ങനെ തൊട്ടിലെട്ടി കളിക്കുന്ന മറ്റേ ട്രെയിനില് ബസ്സിലൊക്കെ ഒരു തൊട്ടിലെട്ടി അനസാണോ? ഏതൊരു ചങ്ങായി എനിക്കറിയില്ല. അവന്റെ വീടാണ് എന്റെ ഓനിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതില് തൊട്ടിലെട്ടി കഴിഞ്ഞിട്ട് എത്ര പ്രൈസ് എത്ര? പ്രൈസ് എത്ര? മറ്റേ ഐക്യയിലാണ് ഇതുള്ളത്. ഇതിനെത്ര 400 dirhams ആണ്. അത്രേ ഉള്ളൂ? ചലഞ്ചാണ്. ആ ചങ്ങായിനോട് ചങ്ങായിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പേര് എപ്പോഴും റീല് കാണുന്നുണ്ട് പക്ഷെ മറന്നുപോയി. അപ്പൊ ഇതിന് തൊട്ടിലായിട്ട് കണ്ട് ഇങ്ങനെ ആടുക എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇപ്പൊ ഓന് പറയും ഓനക്ക് വിസയും ടിക്കറ്റൊക്കെ അയച്ചു കൊടുക്കാൻ, അതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ വിസിറ്റിങ്ങിന് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇനി വന്ന് ഇങ്ങനത്തെ ഈ തൊട്ടിലെല്ലാം ഒന്ന് ആടി ഒന്ന് കാണും. എന്താണ് തൊട്ടില്? സ്ഥലം എവിടെയാണ്? സ്ഥലം ഐക്യ മറ്റേ ഐക്യല്ല ഐക്യ. ഐക്യ യെസ്. എനർജി അവിടെ മെട്രോയിൽ കയറിയാൽ അവിടുന്ന് ഫ്രീ ആയിട്ട് പൈസയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ബസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ തൊട്ടികളിൽ ആടി ഇത്രയും അറിയാം. Cerca de mí, don't run away. Tempo beats, let's ignite. Dance with me through the night. Baila, sin parar. Shake your body, shine like star. Baila, en el mar. Keep it going, no queda igual. നമുക്കില്ലേ ഇതൊക്കെ എടുത്തെടുത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ നമുക്ക് ഇവിടെ വെക്കാം. Let's place here. Let's place here. Let's place here. Roses are here. ഇതൊക്കെ ശരിക്കും നാച്ചുറലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഗൈസ്? ഇതൊക്കെ 7 dirhams പോച്ചു. 7 dirhams. 7 dirhams ഒരു പൈസയാണ് മോളെ. Yes, that's നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? നമ്മൾ എക്സ്പോ 2020. എങ്ങനെയുണ്ട് എക്സ്പോ 2020 ഈ ഒരു ഞാൻ ഇതുവരെ ഒരു മെട്രോ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമാർന്ന, അതായത് ഞാൻ കുറെ എല്ലായിടത്തും പോയി, അറ്റം മുതൽ ഇറ്റം വരെ അതെ ഇറ്റം അതെ ഈറ്റം ഈറ്റത്തേക്ക് വന്നു. പക്ഷെ ഇവിടെ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കുറെ അധികം ആൾക്കാരൊന്നുമില്ല. നടക്ക്. ഇത് എക്സ്പോ 2020. ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. നെറ്റ് വലിച്ചട്ടിയ മാതിരി തോന്നുന്നില്ലേ? അതിന്റെ സൈഡിൽ കൂടി ഓരോ നമ്മൾ ഡ്രം അടിക്കണ സാധനവും നെറ്റ് വലിച്ചട്ടിയൊക്കെ നോക്കണ്ടേ. പിന്നെ ആ ബിൽഡിംഗ് നോക്ക്, നല്ല രസമില്ലേ? അതിന്റെ സ്ട്രക്ചർ നല്ല രസമില്ലേ? പിന്നെ ഇത് നോക്ക്, ഇതൊരു ലോട്ടസ് ടെമ്പിളിന്റെ ഒരു വൈബ്, ആ ഒരു ചെറിയൊരു സ്ട്രക്ചർ വന്നിട്ട്. പിന്നെന്താ പിന്നെ ഈ വൈകളും നല്ല രസമുണ്ട്. ഇതിലിങ്ങനെ നടക്കാനും വീട് പോകും. ഓക്കെ ഡാഡ്